മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. അവതരിപ്പിക്കുന്നത് ഡോക്ടർ വത്സലൻ വാതുശ്ശേരി. ജംബോയും എമണ്ടനും. ഒരുപാട് വലിയത് എന്ന അർത്ഥത്തിൽ മലയാളത്തിലും പ്രയോഗമുള്ള രണ്ട് പദങ്ങളാണ് ജംബോ, എമണ്ടൻ എന്നിവ. ലോകചരിത്രം എങ്ങനെ മലയാള പദങ്ങളിലും പ്രതിഫലിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നതിന് ഉദാഹരണങ്ങളാണ് ഇവ. അതൊരു ജംബോ സാധനമാണ് എന്ന് പറഞ്ഞാൽ അത്യന്തം വലിപ്പമുള്ള സാധനം എന്നർത്ഥം. ജംബോ എന്ന പേരിനു തന്നെയുണ്ട് ഒരു ഗാംഭീര്യം. ജംബോ സർക്കസ്, ജംബോ ജെറ്റ് തുടങ്ങിയ പേരുകളിൽ ജംബോ കടന്നു വരുന്നത് ഈ ഗാംഭീര്യം മുൻനിർത്തിയാണ്. ജംബോ എന്ന പദം എവിടെ നിന്ന് വന്നതാണെന്നറിയാമോ? യഥാർത്ഥത്തിൽ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ആനയായിരുന്നു ജംബോ. സുഡാൻ എന്ന ആഫ്രിക്കൻ രാജ്യത്തിൽ ജനിച്ച് പിന്നീട് യൂറോപ്പിലെത്തിയ ഒരു ആന. ലണ്ടനിലെ കാഴ്ച ബംഗ്ലാവിൽ 10,000-കണക്കിന് ആളുകളെ ആകർഷിച്ചു കഴിഞ്ഞുകൂടുകയായിരുന്നു ഈ ആന. ലണ്ടൻ നിവാസികൾക്ക് അത്രമേൽ പ്രിയങ്കരനായിരുന്നു ജംബോ. അസാധാരണമായ ഉയരമാണ് ജംബോയിലേക്ക് ആളുകളെ ആകർഷിച്ചത്. 1882-ൽ ഈ ആനയെ ലണ്ടൻ കാഴ്ച ബംഗ്ലാവുകാർ ഒരു അമേരിക്കൻ കമ്പനിക്ക് വിറ്റു. ജംബോയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് ലണ്ടനിൽ വലിയ കലാപമൊക്കെ നടന്നെങ്കിലും അത് ഫലവത്തായില്ല. 1885-ൽ കാനഡയിൽ വച്ച് തീവണ്ടിയിടിച്ച് ജംബോ മരിച്ചു പോയെങ്കിലും അതിനകം തന്നെ ആ ആന ലോകമെങ്ങും പ്രശസ്തനായി കഴിഞ്ഞിരുന്നു. അത്യധികം വലുത് എന്ന അർത്ഥത്തിൽ ജംബോ എന്ന പദം നിഘണ്ടുക്കളിൽ സ്ഥാനം നേടുകയും ചെയ്തു. നമ്മൾ മലയാളികളും ആ പദം ഉപയോഗിച്ചു പോരുന്നു. ജംബോ പോലെ വലിപ്പത്തെ കുറിക്കുന്ന മറ്റൊരു പദമാണ് എമണ്ടൻ. ഈ വാക്കിനുമുണ്ട് ഒരു ചരിത്രം. യഥാർത്ഥത്തിൽ ഒരു ജർമ്മൻ പടക്കപ്പലിൻ്റെ പേരാണ് എംഡൻ. 1-ാം ലോക മഹായുദ്ധകാലത്ത് ഈ കപ്പൽ മദിരാശി തുറമുഖത്തിന് സമീപം നങ്കൂരമിട്ടുകൊണ്ട് മദിരാശി തുറമുഖത്തെ ആക്രമിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ ഒരു പേടി സ്വപ്നമായിരുന്നു എംഡൻ. പിന്നീട് ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ ഈ കപ്പൽ മുങ്ങിപ്പോയെങ്കിലും ലോകത്തിലെ പല ഭാഷകൾക്കും ഒരു പുതിയ പദം സമ്മാനിച്ചുകൊണ്ടാണ് അത് പിൻവാങ്ങിയത്. യമണ്ടൻ, യമണ്ടൻ തുടങ്ങിയ രൂപങ്ങളിൽ ഇപ്പോഴും നമ്മൾ സർവ്വസാധാരണമായി ആ പേര് ഉപയോഗിച്ചു പോരുന്നു. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.